ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ഗെയിമിംഗ് വേൾഡ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും നമ്മുടെ ഗ്രാനിയാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ തവണ നമ്മൾ ഗ്രാനിയുടെ വീട്ടിൽ കയറിയപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് അടി ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വട്ടം കയറിയപ്പോൾ നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വട്ടം എന്തുമായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, ഡേ 1 ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് എണീച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു പോയി ഗൈസ്. അതുപോലെ തന്നെ ലൈക്കും കൂടെ ചെയ്തു പോയി. അപ്പോൾ നമ്മുടെ ഗെയിം പ്ലേ ഇവിടെ സ്റ്റാർട്ട് ആകാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഫ്രണ്ട്സ്. അപ്പം ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഗ്രാനിയുടെ ദിശ എങ്ങോട്ടാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇതെടുത്ത് ഇങ്ങോട്ടൊന്ന് സൗണ്ട് ഉണ്ടാക്കി നോക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് കട്ടിലിൻ്റെ അടി കയറി ഒളിച്ചിരിക്കാമല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ അതവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ കട്ടിലിൻ്റെ അറി കയറി ഒളിച്ചിരുന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഗ്രാനി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് നോക്കാമല്ലോ ഗ്രാനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഗ്രാനി പോകുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകാൻ പറ്റും ഗൈസ്. ഫ്രണ്ട്സ്, അപ്പോൾ ഗ്രാനി ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. യെസ് ഗൈസ്, ഗ്രാനി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഗ്രാനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നേരെ നമുക്ക് ഓപ്പോസിറ്റിലോട്ട് പോകാം ഗൈസ്. നമ്മുടെ അടുക്കളയിലൊക്കെ കുറച്ച് ഷെൽഫും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറേ ഐറ്റംസ് കാണും. നമ്മുടെ ഗ്രാനി അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് അടുക്കളയിലോട്ട് അല്ല ഗൈസ്, ഗ്രാനി താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അപ്പുറ സൈഡിലൊക്കെ പോയി ചെക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നു പോയിട്ടില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് ഈ സൈഡിൽ കൂടെ പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ ഗൈസ്. ഇവിടുന്ന് പോയിട്ടില്ലെന്ന് തോന്നുന്നു ഗൈസ്, സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പോയെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് നൈസായിട്ട് പോയാലോ. ഓ ഇല്ല ഗൈസ്, താഴെ വയ്ക്കുന്നത് ഗൈസ്. കണ്ട് നമുക്ക് എന്തായാലും എന്താണ് കാർ ബാറ്ററി ഗൈസ്. കാർ ബാറ്ററി ഇട്ടിട്ടുണ്ട്. എനിക്ക് അവിടെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ ടൈമില്ല. നമ്മുടെ ഗ്രാനി ഇപ്പം ഇങ്ങോട്ട് വരും. നമുക്ക് ഈ വരി ഇങ്ങനെ ഇറങ്ങി താഴോട്ട് പോവാം. അപ്പോൾ നമ്മളെ കാർ ബാറ്ററി നമ്മൾ താഴെ നമ്മുടെ കാർ എസ്കേപ്പിനുള്ളതല്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് ഈ വഴി എന്താണ് ഓടാത്ത എന്താണ് അപ്പം ഞാൻ ഈ വഴി ഇങ്ങനെ കറങ്ങി നേരെ താഴോട്ട് പോകാനാണ് പ്ലാൻ. അപ്പം നമ്മുടെ ഗ്രാനി അതിൽ കൂടെ വരുമോയെന്ന് എനിക്കറിയത്തില്ല. യെസ് ഗൈസ്, ഈ വഴി തന്നെ പോയിട്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഈ വഴി അപ്പുറത്തോട്ടൊന്ന് പോകാൻ പറ്റും നോക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഗ്രാനി എന്തായാലും ഇവിടെ സൗണ്ട് കേട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാരണം മറ്റേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കയറിയ സമയത്ത് അവിടെ ഒരു സാധനം തെള്ളി താഴെയിട്ടില്ലായിരുന്നു ഗൈസ്. ഫ്രണ്ട്സ്, അപ്പം നമുക്കുണ്ടല്ലോ ഈ വഴി ഇങ്ങനെ അങ്ങോട്ട് പോയി നോക്കാം. അപ്പം ഓ ഇല്ല ഗൈസ്, എന്തോ സൗണ്ട് കേട്ട് ഞാൻ അന്നേരം വീണ്ടും അപ്പുറത്തൂടെ പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ ഗൈസ്. ഈ സൗണ്ട് കേൾക്കുന്ന ഇച്ചിരി സീനാണ്. ഓ ഇല്ല ഗൈസ്, ഗ്രാനിയല്ലേ ഈ നിൽക്കുന്നത് ഗൈസ്. അപ്പം ഗ്രാനി തന്നെയാണ് ഗൈസ് സൗണ്ട് ഉണ്ടാക്കി അവിടെ നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പുറത്തെ വഴി കൂടെ നേരെ മുകളിലൊക്കെ പോയി ചെക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഫ്രണ്ട്സ്, അപ്പോൾ അവിടെ ഒരു ഡോറുണ്ട്, അങ്ങോട്ട് നമുക്ക് പിന്നെ പോവാം. ആദ്യം നമുക്ക് ഇവിടെയൊക്കെ നോക്കാം. ഇവിടെ എന്താണ്? അതിനകത്തൊന്നുമില്ല. ഇതെന്താണ്? സ്പാർക്ക് പ്ലഗ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. സ്പാർക്ക് പ്ലഗ് എന്തിനുള്ളതാണ്? എനിക്ക് തോന്നുന്നു ഫ്രണ്ട് ഡോർ എസ്കേപ്പിനും വല്ലതും ഉള്ളതാണോ എന്നറിയത്തില്ല ഗൈസ്. അതോ കാർ എസ്കേപ്പിനുള്ളതാണോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കൊരു ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്ത് പുറത്തോട്ടിട്ട് ഗൈസ്. ഇനി നമുക്ക് ഇതിനകത്ത് എന്താണോ ഉള്ളത് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കൊരു വീൽ ക്രാങ്കും അതുപോലെ തന്നെ നമ്മുടെ സിലിണ്ടറിനയുടെ ചെടിയാണ് ഗൈസ് കിട്ടിയേക്കുന്നത്. അത് നമുക്ക് എന്തായാലും നൈസായിട്ട് ഇപ്പോൾ പുറത്തോട്ട് പോകാം. ഓ ഗൈസ്, ഗ്രാനി ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഗ്രാനി ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഗ്രാനി പോയി കഴിയുമ്പോൾ നമുക്ക് നൈസായിട്ട് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഗ്രാനി ഇത്ര നേരമായിട്ടും പോയിട്ടില്ല. യെസ് ഗൈസ്, പോയി. ഇനി നമുക്ക് നൈസായിട്ട് പുറത്തോട്ട് ഇറങ്ങാം ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്പാർക്ക് പ്ലഗ് കാർ എസ്കേപ്പിനുള്ളതാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അതെടുത്ത് താഴോട്ട് പോട്ടെ. അതായിരിക്കും ഗൈസ് നല്ലത്. കാരണം ഗ്രാനി മുകളിലോട്ടാണ് ഗൈസ് പോയേക്കുന്നത്. നമുക്കൊരു വെപ്പൺ കിട്ടുമായിരുന്നു ഈ കളിയൊക്കെ സെറ്റായിരുന്നു ഗൈസ്. പക്ഷേ ഇതുവരെ നമുക്കൊരു വെപ്പണും കിട്ടിയിട്ടില്ല. ഷോർട്ട് ഗണ്ണിൻ്റെ ഒരു പാർട്ടി കിട്ടിയിട്ടുണ്ടല്ലോ, അത് വേറെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഇതിവിടെ ഇട്ടട്ടെ. മുകളിൽ പോയി മറ്റേ ഡോറിനകത്ത് എന്തോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയല്ലോ ഗൈസ്. നമ്മളവിടെ ഡോറിൽ ഓ ഗൈസ് സൗണ്ട് കേട്ട് ഗൈസ്. അവിടെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഗ്രാനി എന്തായാലും ഇപ്പം ഇങ്ങോട്ട് വരും. ഞാൻ എന്തായാലും നൈസായിട്ട് താഴോട്ട് പോട്ടെ ഗൈസ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ വഴി നേരെ അല്ലേ വേണ്ട, നമുക്ക് ഇങ്ങോട്ട് ഓ ഗൈസ് ഗ്യാസ് ഇല്ല ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കാർ എസ്കേപ്പിനുള്ള കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇനി എന്താണ് കേസ് വേണ്ടത്? ഇനി നമുക്ക് എന്തോ എൻജിൻ പാർട്ടും കാർ കീയും വേണം തോന്നുന്നു കേസ്. അതൊക്കെ തന്നെ മതിയെന്ന് തോന്നുന്നു. പിന്നെ കേസ് ഇവിടെ ഒന്നും ഒന്നുമില്ല കേസ്. അപ്പോൾ അതെന്ത് കഷ്ടമാണ് കേസ്. ഇവിടെ ഒന്നും ഇല്ല. ഞാൻ എന്തായാലും നൈസായിട്ട് മുകളിലോട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ കേസ്. അല്ലെങ്കിൽ നമുക്ക് ആ വഴി തന്നെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാൻ പറ്റുമോ നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഗ്രാനി എവിടെയൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും നൈസായിട്ട് ഇവിടുന്ന് പോകാൻ പറ്റുമോ നോക്കട്ടെ കേസ്. ഈ വഴി തന്നെ നമുക്ക് കയറി പോകാം. എന്നിട്ട് നമ്മുടെ മറ്റേ ഒരു ഡോറില്ലേ കേസ്, നമ്മളെ മുകളിൽ. അപ്പോൾ നമുക്ക് ആ വഴി ഒന്ന് പോയി നോക്കാം, അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാലോ. യെസ് ഗൈസ്, ഗ്രാനി ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇനി അങ്ങോട്ടെല്ലാം പോയാൽ ഗൈസ് ഗ്രാനി അറിയത്തില്ല, ഇല്ലെന്നാണ് ഗൈസ് തോന്നുന്നത്. ഞാൻ എന്തായാലും ഈ ഡോർ തുറന്ന് അപ്പുറത്തോട്ട് പോട്ടെ ഗൈസ്. ഇവിടെ നമുക്ക് ഹാമർ വേണം ഗൈസ്. ഇതിനകത്തൊന്നും ഒന്നുമില്ല ഗൈസ്. പണി പാളാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഓ ഗൈസ്, ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഞാനിപ്പോൾ എന്തോ ചെയ്യാനെന്ന് പറയാം. ഇനി നമുക്ക് ഇതിനകത്ത് എന്തോന്നൊന്നും കൊണ്ട് നോക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഇവിടെ ഒരു ഹോളിൽ നമുക്ക് ഇതിനകത്ത് എന്തോ വുഡൻ സ്റ്റിക്കാണ് ഇത്. നമ്മുടെ എന്താണ് ഇല്ല, സ്പൈഡർ മാമിയുടെ അവിടെ ഉള്ളൊരു എസ്കേപ്പ് ചെയ്യാനുള്ളതല്ലേ ഗൈസ്. നമ്മുടെ താഴെ ഒരു അണ്ടർഗ്രൗണ്ട് എസ്കേപ്പ് ഇല്ലായിരുന്നു, അത് അവിടത്തേക്കുള്ളതായിരുന്നു ഫ്രണ്ട്സ്. അപ്പം നമ്മളിപ്പോൾ കാർ എസ്കേപ്പിനുള്ള ഐറ്റംസൊക്കെ കുറച്ചായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഏത് എസ്കേപ്പാണ് നമ്മൾ അവസാനം ചെയ്യുന്നതെന്നൊന്നും പറയാനൊക്കത്തില്ല ഗൈസ്. കാരണം നമ്മുടെ സ്പൈഡർ മാമിയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ വഴിയും കാര്യങ്ങളും ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ എല്ലാം മറന്നുപോയി. നമ്മുടെ കഴിഞ്ഞ വട്ടം നമുക്കറിയാമല്ലോ, നമ്മൾ അവിടെ പോയപ്പോഴാണ് നമ്മളത് കൂടുതൽ ലൈഫ് പോയത്. അതുകൊണ്ട് നമ്മുടെ സ്പൈഡർ മാമിയിൽ അങ്ങോട്ട് പോകുമ്പം വഴി ഫുൾ എനിക്ക് കൺഫ്യൂഷൻ ആവും ഗൈസ്. അപ്പം അത് ഇച്ചിരി സീനാണ്. സോ എന്തായാലും ഞാൻ നൈസായിട്ട് ഈ വഴി അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ ഗൈസ്. നമ്മുടെ ഗ്രാനി പോയെന്ന് തോന്നുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഈ വെള്ളത്തിൽ കൂടെ നടക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നു ഗൈസ്. നമുക്ക് കുനിഞ്ഞെടുക്കാൻ പറ്റുമോ നോക്കാം. എല്ലാ ഗൈസ് എന്നാലും സൗണ്ട് കേൾക്കും. അപ്പോൾ നമ്മുടെ ഗ്രാനി ഇവിടെ വല്ലതും ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ നൈസായിട്ട് ഇങ്ങനെ കയറി പോകാൻ പറ്റുമോ നോക്കട്ടെ. മുകളിലോട്ട് നോക്കി പോകാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതുവരെ ഗ്രാനി ഒന്നും വന്നിട്ടില്ല. ഇവിടെ ഗ്രാനി പോയെന്നാണ് ഗൈസ് തോന്നുന്നത്. നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് പോയി നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഗ്രാനി ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. നമുക്കെന്തായാലും അങ്ങോട്ട് പോകാമെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ക്ലിയർ കൂടിനകത്ത് എന്തോ നമുക്ക് നോക്കാം ഗൈസ്. റിമോട്ട് കൺട്രോളാണ് ഗൈസ് അവിടെ ഇരിക്കുന്നത്. അത് നിങ്ങൾക്കറിയാമല്ലോ, മറ്റേ നമ്മുടെ എന്താണ് ഫ്രണ്ട് ഡോർ എസ്കേപ്പിൻ്റെ ആ ഒരു സൈഡിലുള്ള ഡോറില്ലേ ഗൈസ്, അത് തുറക്കാനാണ്. പക്ഷെ നമുക്ക് ബേർഡ് സീഡ് വേണം ഗൈസ്. നമ്മുടെ ഗ്രാനി ഇവിടുന്ന് പോയെന്ന് തോന്നുന്നു. നമുക്ക് നൈസായിട്ട് പോയി നോക്കാം. ഓ ഗൈസ്, പിടിച്ച് ഓടാ ഗൈസ്. ഇത് പണി പാളാൻ ചാൻസ് ഉണ്ട്. പിടിച്ച് ഗൈസ്, പിടിച്ച് ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ ഡേ 2 ആയിട്ടുണ്ട്. ഡേ 2 ആണെന്നാണ് ഗൈസ് തോന്നുന്നത്. യെസ് ഗൈസ്, ഡേ 2 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് വീണ്ടും മറ്റേ പരിപാടി തന്നെ ചെയ്യാം ഗൈസ്. ഏത് നമ്മുടെ അവിടെ ഒരു ഫ്ലവർ വേസ് പോലൊരു സംഭവം ഇരിപ്പല്ലേ, അത് നമുക്കെടുത്ത് താഴോട്ടിട്ടിട്ട് നൈസായിട്ട് ഗ്രാനി എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് നോക്കാം ഗൈസ്. എനിക്ക് താഴോട്ടൊന്നും പോകാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് താഴെ അടുക്കളയിലൊക്കെ പോയി ഫുള്ളും ചെക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ഫ്രണ്ട്സ്. അപ്പം ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് ഇവിടെ കയറി ഒളിച്ചിരിക്കാം. യെസ് ഗൈസ്, ഗ്രാനി വന്നിട്ട് എങ്ങോട്ടാണ് ഗൈസ് പോകുന്നത്? ഓ ഗൈസ്, ഗ്രാനി വീണ്ടും താഴോട്ടാണ് ഗൈസ് പോയത്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് ഗൈസ്? എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഗൈസ്, എനിക്കൊന്നും തോന്നുന്നില്ല. എനിക്ക് താഴോട്ട് പോയെങ്കിലേ കളി നടക്കത്തുള്ളൂ എന്ന് തോന്നുന്നു ഗൈസ്. കാരണം മുകളിൽ അല്ല ഗൈസ്, മുകളിൽ നമ്മൾ അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കിയില്ലായിരുന്നല്ലേ. നമുക്ക് മുകളിലും കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് മുകളിലോട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് പോകാം ഗൈസ്. അതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും ഇതൊക്കെ തുറന്ന് ഗൈസ്. ഇതിനകത്തൊന്നും ഒന്നുമില്ല. നമുക്ക് ഈ വഴി ഇങ്ങോട്ട് പോകാം. ഓ ഗൈസ്, എന്തോ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. കട്ടിങ് പ്ലെയർ ആണെന്നാണ് ഗൈസ് തോന്നുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് മുകളിലോട്ട് പോയാലോ. മുകളിലോട്ടെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ സ്പൈഡറിൻ്റെ അടുത്തോട്ട്. പക്ഷെ അവിടോട്ട് നമുക്കിപ്പോൾ പോകാനൊക്കത്തില്ല. നമുക്ക് എന്തോ സ്പൈഡർ കീ എന്തോ വേണം. അല്ല, സ്പൈഡർ കീ അല്ല, സ്പെഷ്യൽ കീ അത് വേണം. ഞാനെല്ലാം മറന്നുപോയി ഗൈസ്. കാരണം നമ്മൾ അന്ന് കളിച്ചിട്ട് പിന്നെ ഞാൻ ഇപ്പോഴാണ് കളിക്കാൻ എടുക്കുന്നത്. നമുക്ക് ഈ സാധനം പൊളിച്ചിട്ട് ഗ്രാനി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് നൈസായിട്ട് അപ്പുറം വഴി കൂടെ പോയാലോ. നമുക്ക് ഇതങ്ങോട്ട് തെള്ളിയിടാം ഗൈസ്.
ഫ്രണ്ട്സ് അപ്പം അത് പൊളിഞ്ഞിട്ടില്ല. ഞാൻ എന്തായാലും ഇങ്ങോട്ട് സൗണ്ട് കേട്ട് ചിലപ്പം വരും. ഓ ഗൈസ് ഗ്രാനി വന്ന് നമുക്ക് എന്തായാലും നൈസായിട്ട് ഈ വഴി പോവാം. ഗൈസ് ഓടറാ ഗൈസ് ഓടും. ഗ്രാനി പിടിക്കുമെന്ന് തോന്നുന്നു. ഓ ഗൈസ് ഇവിടെയൊക്കെ കെണിയിട്ട് വെച്ചേക്കുവാണ്. നമുക്ക് എന്തായാലും അടുക്കള ഫുള്ള് ചെക്ക് ചെയ്യാം. ഗൈസ് ഓ ഗൈസ് സ്പെഷ്യൽ കീ ഗൈസ്. അപ്പം നമ്മുടെ സ്പൈഡറിൻ്റെ അടുത്തോട്ട് പോകാനുള്ള കീ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതിനകത്തെങ്ങും ഒന്നുമില്ല. ഓ മൈ ഗോഡ് ഗൈസ് നമ്മുടെ ഗ്രാനി ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും നൈസായിട്ട് അപ്പുറം വഴി കൂടെ ഇറങ്ങി പോവാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഗ്രാനി ഇവിടെ കേണി ഇട്ട് വെച്ചേക്കുവാണ് ഗൈസ്. അത് ഇച്ചിരി സീനാണ് ഗൈസ്. ബുക്ക് കിട്ടി ഗൈസ്. നമ്മുടെ ഷെൽഫിനകത്ത് ഇരിപ്പുണ്ട്. നമ്മുടെ അറിയാമല്ലോ നമ്മുടെ ഗ്രാനി പോലെ ഒരു അമ്മച്ചി നമ്മുടെ മുകളിലൊരു റൂമിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പൈഡർ കീ തരും ഗൈസ്. അപ്പോൾ നമ്മുടെ ഗ്രാനി ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നു. ഇല്ല ഗൈസ്, ഡോറ് തുറന്നിട്ടിട്ട് അങ്ങ് പോയി. അപ്പോൾ നമ്മുടെ ഗ്രാനി വന്നിട്ടില്ല. നമുക്ക് എന്തായാലും നൈസായിട്ട് ഈ വഴി കൂടെ കയറിപ്പോകാം. ഏത് നമ്മുടെ ഈ ഷെഡിനകത്തൂടെ ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓ ഗൈസ് ആ പാട്ട ഞാൻ തെള്ളി താഴെയിട്ട് നമുക്ക് നല്ല നൈസായിട്ട് ഈ വഴി പോവാം ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ ഇല്ലേ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഇവിടെ ഒന്നും ഇല്ല ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഈ വഴി ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങാം. എന്നിട്ട് ഇനി അങ്ങോട്ടാണ് ഗൈസ് പോകേണ്ടത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ചാനലിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്ത് പോയി. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നമ്മൾ വീണ്ടും ഇടുന്നതായിരിക്കും ഗൈസ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇനി എങ്ങോട്ടാണ് ഗൈസ് പോകേണ്ടത്? നമുക്ക് എന്തായാലും നേരെ താഴോട്ട് പോയാലോ? താഴോട്ട് പോകാമെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നേരെ ഉണ്ടല്ലോ ഈ സ്റ്റെപ്പ് കയറി നേരെ മുകളിലോട്ട് പോകാം ഗൈസ്. നമ്മുടെ ഗ്രാനി ഇവിടെ ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗൈസ് ഗ്രാനി വന്നിട്ടില്ല. നമുക്ക് ഇവിടെ ഒരു ഇതില്ലേ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട്. അങ്ങനെ തുറക്കത്തെ ഗൈസ്. അപ്പോൾ ഇതിനകത്തൊന്നും ഒന്നുമില്ല ഗൈസ്. ഞാൻ പിന്നെ എന്തോ ചെയ്യാനാണ്? നമുക്ക് എന്തായാലും നൈസായിട്ട് ഈ ബുക്ക് അങ്ങ് എടുത്താലോ? അത് ഇനി ഇവിടെ നിന്ന് എടുക്കാനുള്ളതെന്നാണ് ഗൈസ് തോന്നുന്നത്. നമുക്ക് നൈസായിട്ട് എന്തായാലും ഈ ബുക്കിംഗ് എടുക്കാം. നമ്മുടെ ഗ്രാനി സൗണ്ട് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഗ്രാനി ഇങ്ങോട്ട് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഞാൻ എന്തായാലും നൈസായിട്ട് ഈ അടുക്കള ഒന്നുകൂടെ ഫുള്ളും ചെക്ക് ചെയ്യട്ടെ ഗൈസ്. ഇതിനകത്തൊക്കെ ഒന്നുമില്ല. എന്താണ് ഗൈസ്? പാർട്ട് ഓഫ് എ ഷോട്ട് ഗൈസ്. അയ്യോ ഗൈസ് ഗ്രാനി പിടിച്ച്. അയ്യോ ഗൈസ് ഓടാൻ സ്ഥലം കിട്ടിയില്ല ഗൈസ്. എനിക്ക് അവിടുന്ന് ഓടാൻ സ്ഥലം കിട്ടിയില്ല ഗൈസ്. അത് പണിപ്പാളില്ല ഗൈസ്. ഡേ 3 ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പം നമ്മളങ്ങനെ നൈസായിട്ട് വീണ്ടും എണീക്കാൻ പോവാണ് ഗൈസ് ഡേ 3. യെസ് ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും എണീച്ച് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഞാനൊരു ചലഞ്ച് തരാം ഗൈസ്. ഞാൻ ഈ വീഡിയോയിൽ എത്ര വട്ടം നമ്മുടെ ഗ്രാനി എന്ന് പറയുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. ആ കറക്റ്റായിട്ട് പറയുന്ന ആളുടെ പേര് നമ്മൾ അടുത്ത വീഡിയോ പറയുന്നതായിരിക്കും. അത് എത്ര പേര് കറക്റ്റായിട്ട് പറയുന്നോ അത്ര പേരുടെ പേര് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് പറയണം ഗൈസ്. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ കണ്ടുപിടിച്ച് തുടങ്ങിക്കോ ഞാൻ എത്ര വട്ടം ഗ്രാനി എന്ന് പറയുന്നുണ്ടെന്ന്. എന്നിട്ട് എണ്ണി വെച്ചിട്ട് അവസാനം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് കളിച്ചു പോകണം ഗൈസ്. നിങ്ങൾ കണ്ടോ നമ്മുടെ ഗ്രാനി ഇവിടെ ഗ്ലിച്ച് അടിച്ചിരിക്കുവാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാം കളി സെറ്റ് ചെയ്യണം ഗൈസ്. പക്ഷേ മുകളിലത്തെ കാര്യം നമുക്ക് സെറ്റ് ചെയ്തെങ്കിൽ നമ്മുടെ സ്പൈഡർ മാമി എടുത്തോട്ട് പോകുമ്പോൾ ഞാൻ ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. കാരണം എനിക്ക് അവിടുത്തെ വഴിയൊന്നും അറിയത്തില്ല. കുറേ വഴികളൊക്കെ ഉണ്ട് ഗൈസ് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ. എനിക്ക് അവിടുത്തെ വഴിയൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ മിക്കവാറും അവിടെ ചെല്ലുമ്പോൾ ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട് ഗൈസ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ ഒന്നുമില്ല. ഞാൻ പിന്നെ നമുക്ക് എന്തായാലും നൈസായിട്ട് ഈ വഴി അങ്ങ് പോയാലോ. പിന്നെ ഗൈസ് ഈ പെയിൻറ്റിങ്ങിൻ്റെ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. പെയിൻറ്റിങ്ങൊക്കെ നമുക്ക് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. കുറേ സ്ഥലത്തൊക്കെ ഞാൻ ഇരിക്കുന്നുണ്ട് ഗൈസ് ഇങ്ങനെ ചെറിയ പീസ് ഓഫ് പെയിൻറ്റിങ്സ്. ഞാൻ വിചാരിച്ച എന്തോ കെണി അങ്ങാണ്ടാണെന്ന്. നമുക്കെന്തായാലും ഈ ബുക്ക് കൊണ്ട് മുകളിൽ കൊണ്ട് വെച്ചാലോ ഗൈസ്. അത് നല്ലൊരു ഇതാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അവിടെ നമുക്ക് സ്പൈഡർ കീ കിട്ടും. ഞാൻ എന്തായാലും ഈ ബുക്ക് കൊണ്ട് ഇവിടെ അല്ലേ ഗൈസ് വെക്കണ്ടേ. അതുകൊണ്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട്. ഇതാദ്യം നമുക്ക് തുറക്കണം ഗൈസ്. എന്താണ് തുറക്കാത്തത് ഗൈസ്? എനിക്ക് തോന്നുന്നു ഈ ബുക്ക് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഗൈസ്. തുറക്കുന്നില്ലല്ലോ. പക്ഷെ ഇനി ഇത് ഇവിടുന്ന് വല്ലതും ഗൈസ് ഇതെങ്ങനെയാണ് ഗൈസ് തുറക്കുന്നത് ഗൈസ്? ഈ പണ്ടാരം തുറക്കുന്നില്ല ഫ്രണ്ട്സ്. എനിക്ക് തോന്നുന്നു ഈ ഗെയിം ഗ്ലിച്ചായി പോയെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഇത് തുറക്കുന്നില്ല. ഒരു കൈയുടെ ചിഹ്നം കാണിക്കേണ്ടതാണല്ലോ ഗൈസ്. ഇത് ഗ്ലിച്ചായി പോകുമെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് എന്തായാലും നൈസായിട്ട് അങ്ങനെ പുറത്തോട്ട് പോയാലോ. പക്ഷെ എന്നാലും ഇത് തുറക്കേണ്ടതാണല്ലോ ഗൈസ്. നമുക്കിത് ഇവിടുന്ന് വല്ല തെള്ളി വല്ലതും നോക്കണം.
ഗൈസ് ഇതെന്താണ് തുറക്കാത്ത ഫ്രണ്ട്സ്? അപ്പോൾ ഇത് പണി പാടുമെന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് എസ്കേപ്പ് ആകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. ഇത് കൈയുടെ ചിഹ്നം കാണിക്കുന്നില്ലല്ലോ ഗൈസ്. ഇതെനിക്ക് തോന്നുന്നു എന്തോ ഗ്ലിച്ചായെന്ന് തോന്നുന്നു ഗൈസ്. കാരണം ഇത് തുറക്കേണ്ടതാണല്ലോ. ഇവിടെ നമ്മളൊരു കട്ടിംഗ് പ്ലെയർ ഇല്ലായിരുന്നു, അത് നമുക്കെടുത്ത് പുറത്തോട്ട് ഇടാം ഗൈസ്. എന്തെങ്കിലും ആവശ്യം വന്നാലോ. ഗൈസ് നമ്മൾ മുകളിൽ ആവശ്യമുണ്ട്. പക്ഷേ ഗൈസ് ഇതെന്താണ് തുറക്കാത്തത് ഗൈസ്? അത് ഇച്ചിരി സീനാണ്. നമുക്ക് എന്തായാലും നേരെ പുറത്തോട്ട്. ഗൈസ് ഇവിടെ ഒരു ലിവർ. ഗൈസ് ഞാൻ എന്തൊരു മണ്ടത്തരമല്ലായിരുന്നു ഇവിടെ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്നത് ഗൈസ്. അപ്പോൾ ഇത് തുറന്നിട്ടുണ്ട്. ഞാൻ ഇത്ര നേരം എന്തോ മണ്ടത്തരമായിരുന്നു ഗൈസ് ഇവിടെ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു ലിവർ മാറ്റിയാൽ മതിയായിരുന്നു ഗൈസ്, അത് തുറന്നേനായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഈ കട്ടിംഗ് പ്ലെയർ കൊണ്ട് മുകളിൽ കൊണ്ടിടാം ഗൈസ്. ഗൈസ് ഞാൻ നൈസായിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. നമുക്ക് അവിടെ നമ്മുടെ പ്ലാങ്ക് വെച്ചിട്ട് നമുക്ക് ആദ്യം ഹാമർ കിട്ടിയാണെങ്കിൽ കുറച്ച് കളി സെറ്റ് ചെയ്യണം ഗൈസ്. ഇനി നമുക്ക് നേരെ താഴോട്ട് പോവാം. നമ്മുടെ അമ്മച്ചി ഇപ്പം നേരെ ഇഴഞ്ഞിഴഞ്ഞ് വന്നിട്ടുണ്ടായിരിക്കും. ഗൈസ് നമ്മുടെ അമ്മച്ചി ഇവിടെ ഇഴഞ്ഞിഴഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ സ്പൈഡർ കീ ആയിരിക്കും ഗൈസ് തരാൻ പോകുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ സ്ലോ മോഷനിലാണ് ഗൈസ് വരുന്നത്, കുറച്ച് ടൈം എടുക്കും. എന്താണ് ഗൈസ് തുപ്പാത്തത്? വായിന്നല്ലേ ഗൈസ് തുപ്പിയിടുന്നത് ഒരു കീ? ഗൈസ് ഇതിനി എത്ര നേരം എടുക്കും? ഗൈസ് നമ്മുടെ കീ കിട്ടിയിട്ടുണ്ട്. സ്പൈഡർ കീ ആയിരിക്കും ഗൈസ്. ഗൈസ് അത് തന്നെയാണ്, നമ്മുടെ സ്പൈഡർ കീ ആണ് ഗൈസ്. ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഉണ്ടല്ലോ ഈ ഒരു നൈസായിട്ട് ഇങ്ങോട്ട് പോകട്ടെ. അപ്പോൾ നമുക്ക് നേരെ അവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കാനുണ്ട് ഗൈസ്, അത് നമുക്ക് പിന്നെ എടുക്കാം. അപ്പോൾ ഞാൻ ഈ അടുക്കളയിലെല്ലാം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയെന്നാണ് ഗൈസ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഈ സ്പൈഡർ കീ ഉണ്ട്, അവിടെ കൊണ്ടിടാം ഗൈസ്. എവിടെ? നമ്മൾ താഴോട്ട്. ഗൈസ് ഇതെന്താണ് ഗൈസ്? എൻജിൻ പാർട്ട് ഗൈസ്. നമുക്ക് എൻജിൻ പാർട്ട് കിട്ടി ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കാർ എസ്കേപ്പിനുള്ള എല്ലാം ആയെന്നാണ് ഗൈസ് തോന്നുന്നത്. നമുക്ക് കാർ കീ എങ്ങാണ്ട് മാത്രം മതിയെന്ന് തോന്നുന്നു ഗൈസ്. കാർ കീ മാത്രം മതിയെന്നാണ് ഗൈസ് തോന്നുന്നത്. പിന്നെ നമുക്ക് റഞ്ച് എന്തോ വേണം തോന്നുന്നു. സോ ഗൈസ് ഞാൻ എന്തായാലും ഇത് തുറന്നിടട്ടെ. പിന്നെ ഗൈസ് നമ്മൾ താഴോട്ട് പോകുമ്പോൾ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വേണം. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീൽ ക്രാങ്ക് ഇല്ലായിരുന്നു ഗൈസ്, അതും വേണം. അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യം കൊണ്ട് സെറ്റ് ചെയ്യാം. അതൊക്കെ ഞാൻ തുറന്നില്ലായിരുന്നു ഗൈസ്, എന്നാലും ഒന്നുകൂടെ നോക്കിയേക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇനിയും എന്താണ് ഗൈസ് ചെയ്യേണ്ടത്? നൈസായിട്ട് നമുക്ക് ഈ വഴി താഴോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ എന്താണ് നമ്മുടെ എൻജിൻ പാർട്ട് നമുക്ക് താഴെ കൊണ്ടുവെക്കാം ഗൈസ്. നമ്മുടെ എല്ലാ ഐറ്റംസും നമുക്ക് താഴെ കൊണ്ടുവെക്കാം. അപ്പോൾ നമുക്ക് ഗൈസ് ഇതെന്താണ് ഇവിടെ ഇരിക്കുന്നത് ഗൈസ്? നമ്മുടെ ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ടെല്ലാം ആയി ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മുടെ ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ടെല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ 2 പാർട്ടും, ഒരു പാർട്ട് നമ്മുടെ അടുക്കളയിലും ഒരു പാർട്ട് നമ്മുടെ മറ്റേ സ്ഥലത്തും കിടപ്പുണ്ട് ഗൈസ്. ഈ നമ്മളിവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ട് പോകുമ്പോൾ ഒരു സ്ഥലമില്ലേ ഫ്രണ്ട്സ്? അപ്പോൾ അങ്ങനെ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ നമുക്ക് എടുക്കാം ഗൈസ്. ആ ഷോർട്ട് ഗണ്ണ് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു പാർട്ട് ഇവിടെ കിടപ്പുണ്ട്, നമുക്ക് ഇതെടുത്ത് താഴെ കൊണ്ട് സെറ്റ് ചെയ്യാം ഗൈസ്. ഫ്രണ്ട്സ് അപ്പം എനിക്ക് തോന്നുന്നില്ല ഗൈസ്, കാരണം നമ്മുടെ താഴെ നമ്മുടെ സ്പൈഡർ മാമി എടുത്തോട്ട് പോകുമ്പോൾ ഞാൻ ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇനി നമുക്ക് ഒരു പാർട്ടും കൂടെ മതി നമ്മുടെ ഷോർട്ട് ഗണ്ണ്, നമുക്കതെന്തായാലും സെറ്റ് ചെയ്യാം ഗൈസ്. അത് നമ്മുടെ അടുക്കളയിൽ കിടപ്പുണ്ട് ഗൈസ്, നമുക്ക് അവിടെ നിന്ന് പോയി എടുത്തുകൊണ്ട് വരാം. എവിടെയായിരുന്നു ഗൈസ്? ഇവിടെ അല്ലായിരുന്നു ഗൈസ്, ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും ഇത് നൈസായിട്ട് ഇങ്ങനെ എടുക്കാം ഗൈസ്. ഇനി നമുക്ക് താഴെ കൊണ്ടുപോയി സെറ്റ് ചെയ്യാം. പിന്നെ ഗൈസ് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ചലഞ്ചിൽ എല്ലാവരും പങ്കെടുക്കണേ. നമുക്ക് അടുത്ത വീഡിയോയിൽ എല്ലാവരും പേര് പറയാം ഗൈസ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പറയുന്നവരുടെ മാത്രം. ഫ്രണ്ട്സ് അപ്പം ഞാൻ നേരെ ഉണ്ടല്ലോ മണ്ടയ്ക്ക് പോയി ആ സ്ക്രൂ ഡ്രൈവർ നേരെ നൈസായിട്ട് തള്ളി താഴെ ഇടാം ഗൈസ്. എന്നിട്ട് നമുക്ക് അവിടെ ഒരു ചെറിയൊരു ഇത് തുറക്കാനില്ലേ,
അപ്പോൾ നമ്മുടെ ഗ്രാനി ഇവിടെ കളിച്ചടിച്ച് ഇപ്പോൾ ഉണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ മറ്റേ തുറക്കുമ്പോൾ അവിടെ നിന്ന് കാണാം നമ്മുടെ ആർക്കി കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും ഗൈസ്. പിന്നെ ഗൈസ് ഹാമർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കളി സെറ്റായിരുന്നു തന്നെ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ എന്തായാലും താഴെ പോയി മറ്റേ തുറക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. എസ് ഗൈസ് ഇവിടെ അല്ലേ നമ്മുടെ സ്റ്റെയറിൻ്റെ ഈ സൈഡിൽ ഇവിടെ നിന്ന് എന്താണ് ഗൈസ് കിട്ടുന്നത് നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇത് തുറക്കാൻ പോവുകയാണ് ഗൈസ്. കാർക്കി അല്ല ഗൈസ്, റെസ്റ്റി പർലോക്കിയാണ് ഗൈസ്. ഇത് നമുക്ക് അണ്ടർഗ്രൗണ്ട് എസ്കേപ്പിനെ കണ്ടുള്ളതാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഞാനുണ്ടല്ലോ നൈസായിട്ട് ഈ സാധനം എടുത്ത് നമുക്ക് നമ്മുടെ സ്പൈഡർമാൻ വീട് അങ്ങോട്ട് പോകണ്ടേ ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ കൊണ്ടിടാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീൽ ക്രാങ്ക് കൂടെ വേണം ഗൈസ്. ഇത് തൽക്കാലത്തേക്ക് നമുക്ക് ഈ സൈഡിലോട്ട് വല്ല ഇടാം. ഓ ഗൈസ് ഇത് ഉരുണ്ട് പോകുന്നുണ്ടല്ലോ ഗൈസ്, ഇതെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഇവിടെ എവിടെയെങ്കിലും വെക്കണം. പക്ഷേ എവിടെ വെക്കും? നമുക്ക് ഈ സെറ്റിലോട്ട് വെച്ചാലോ ഗൈസ്. യെസ് ഗൈസ് അവിടെ ഇരുന്നോളും. ഇനി നമുക്ക് പോയി നമ്മുടെ വീൽ ക്രാങ്ക് എടുത്തുകൊണ്ട് വരാം ഗൈസ്. എന്നിട്ട് നമുക്ക് നേരെ താഴോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ എൻ്റെ ഷോട്ട് ഗണ്ണും കൂടെ എടുത്ത് പിടിക്കട്ടെ ഫ്രണ്ട്സ്. അപ്പം ഇത് നമുക്ക് ബുള്ളറ്റ് നിറച്ച് വെക്കാം ഗൈസ്. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ താഴെ ഒരു അണ്ടർഗ്രൗണ്ടിൽ ഒരു സംഭവമില്ല ഗൈസ്, അവിടെ നമുക്കൊരു വുഡൻ സ്റ്റിക്ക് എടുക്കാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി അതങ്ങോട്ട് എടുക്കാം ഗൈസ്. കാരണം എങ്ങാണോ ഇനി നമ്മൾ കാർ എസ്കേപ്പ് മാറി നമ്മൾ അണ്ടർഗ്രൗണ്ട് എസ്കേപ്പാണ് ചെയ്യുന്നെങ്കിലും നമുക്കൊന്നും പറയാനൊക്കത്തില്ല. നമുക്ക് അണ്ടർഗ്രൗണ്ട് എസ്കേപ്പിനുള്ള ഗൈസ് നമ്മുടെ മറ്റേ റെസ്റ്റി പർലോക്കി എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നൈസായിട്ട് അതങ്ങനെ ഗൈസ് ഇവിടെ എന്തോ ഒരു റൗണ്ട് പോലൊരു സംഭവം ഉണ്ടല്ലോ. ഫ്രണ്ട്സ് അപ്പോൾ നമ്മളങ്ങനെ ഇതെന്താണ് ഗൈസ് അസ്ഥി കൂടെ കാണും ഗൈസ്. ഇത് എന്തോ തലയൊട്ടിയും കാര്യങ്ങളൊക്കെ അത് അടന്ന് താഴെ വീണിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കെന്തായാലും ഈ വുഡൻ സ്റ്റിക്ക് നമുക്കിപ്പോൾ എടുക്കണോ വേണ്ടെന്ന്, അല്ലെങ്കിൽ വേണ്ട ഗൈസ്, നമുക്ക് നേരെ ഉണ്ടല്ലോ നേരെ മണ്ടയ്ക്കോട്ട് പോകാം ഗൈസ്, അതായിരിക്കും നല്ലത് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിതുവരെ ഹാമർ കിട്ടിയിട്ടില്ല ഗൈസ്. ഹാമർ കിട്ടിയായിരുന്നെങ്കിൽ പകുതി കളി സെറ്റായിരുന്നു അതിന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഇനി ബാക്കി കളിയെല്ലാം താഴെയാണെന്നാണ്. ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ നമ്മുടെ വീൽ ക്രാങ്ക് കൂടെ എടുത്തോണ്ട് നമുക്ക് നേരെ താഴോട്ട് പോകാമല്ലോ ഗൈസ്. ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഗൈസ് ഇവിടെ 2 എന്നാണ് ഗൈസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് താഴെ ഒരു സ്ഥലമുണ്ട് ഗൈസ്, അവിടെ നമുക്ക് 2ാമത്തെയാണ് ഗൈസ് തുറക്കേണ്ടത്. ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇനിയും അങ്ങോട്ടൊക്കെ പോകാം ഗൈസ്. എവിടെ നമ്മുടെ സ്പൈഡർമാൻ്റെ അടുത്ത് ഫ്രണ്ട്സ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പണി പാളും ഗൈസ്, കാരണം എനിക്ക് അവിടുത്തെ വഴിയും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. യെസ് ഗൈസ് ഞാൻ അത് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ക്രൂ ഡ്രൈവർ എടുത്തോണ്ട് നമുക്കൂടെ അങ്ങോട്ട് ഇറങ്ങാം. ഫ്രണ്ട്സ് അപ്പോൾ ഇനിയും പോയാലോ. ഇനി എനിക്ക് വഴിയും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ഇവിടുന്ന് എന്താണ് ഗൈസ്, ഇതെന്തോ സാധനമാണ്, അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് എന്തായാലും നേരെ താഴോട്ട് പോകാമല്ലോ ഗൈസ്. താഴോട്ട് പോകുന്നതാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് ഫ്രണ്ട്സ്. അപ്പം ഞാൻ സ്ക്രൂ ഡ്രൈവർ താഴോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ വീൽ ക്രാങ്ക് താഴെ പോയില്ല ഗൈസ്. അത് നമുക്ക് ഒരു കാര്യം ചെയ്താലോ ഫ്രണ്ട്സ്. അപ്പം ഗൈസ് ഞാൻ ഈ വഴി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ വീൽ ക്രാങ്കും കൂടെ എടുത്ത് നമുക്ക് താഴോട്ട് ഇടാം ഗൈസ്. അല്ല താഴോട്ടല്ല, നമുക്കൂടെ താഴോട്ട് പോകാം ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ താഴെ വന്നിട്ടുണ്ട്. ഇനിയും കളി കുറച്ച് പണിയായിരിക്കും ഗൈസ്, കാരണം എനിക്ക് ഇവിടുത്തെ വഴിയും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. സോ ഗൈസ് അപ്പം ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ടല്ലേ ഗൈസ് പോകണ്ടേ.
ഫ്രണ്ട്സ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോകേണ്ടതെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഗൈസ് അപ്പോൾ ഇതുവരെ ഇതേത് വഴിയാണ് ഗൈസ്? ഈ വഴിയെ ഗൈസ് ഇത് മറ്റേ വഴി നമ്മുടെ കാറിൻ്റെ അവിടെ ഉള്ളത്. അപ്പോൾ ഞാനത് പൊളിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്തോ കിട്ടിയാലും നമുക്ക് അവിടെയാണ് ഗൈസ് കൊണ്ടുവരേണ്ടത്. ഓക്കെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമുക്ക് നൈസായിട്ട് ഈ വഴി അങ്ങോട്ട് പോവാം ഗൈസ്. സ്പൈഡർ മമ്മി അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ പോയോന്ന് അറിയത്തില്ല. നമുക്ക് നൈസായിട്ട് പതുക്കെ പോവാം. ഇത് പണി പാളും തോന്നുന്നു ഗൈസ്, കാരണം എനിക്ക് വഴി ഒന്നും അറിയത്തില്ല ഫ്രണ്ട്സ്. അപ്പം ഞാൻ നൈസായിട്ട് ഇപ്പുറം സൈഡിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ വഴിയുണ്ടല്ലോ ഗൈസ്. ഇതിനകത്തൊന്നും എങ്ങാനും ഗൈസ് ഇതിനകത്തൊന്നും ഇല്ല ഗൈസ്. ഇത് പണി പാളും തോന്നുന്നു. നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് പോയാലോ? നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് പോകാമെന്നാണ് തോന്നുന്നത്. ഗൈസ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ. ഗൈസ് ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഞാൻ വിചാരിച്ച ഇനി നമുക്ക് താഴെ നിന്നാണ് ഗൈസ്. ഇവിടെ ഒന്നും പക്ഷെ ഒന്നുമില്ല ഗൈസ്. ഇത് പണി പാളാൻ ചാൻസ് ഉണ്ടെന്നാണ് ഗൈസ് തോന്നുന്നത്. നമുക്കെന്തായാലും നൈസായിട്ട് പോയാലോ? എനിക്ക് വഴി അറിയത്തില്ല ഗൈസ്, അത് വേറൊരു കാര്യം. ഗൈസ് അതുകൊണ്ട് അവിടെ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഈ വഴി പോയി നോക്കിയാലോ? ഈ വഴി പോയി നോക്കാമെന്നാണ് ഗൈസ് തോന്നുന്നത്. ഇവിടെ എന്താണ് ഗൈസ്? ഇവിടെ ഗൈസ് ഇവിടാണ് നമ്മുടെ വീൽ ക്രാങ്ക് വെക്കണ്ടേ. നമ്മളൊരു വീൽ ക്രാങ്ക് എടുത്ത് ആരും ഇട്ടിട്ടില്ലായിരുന്നോ? അപ്പോൾ എനിക്ക് തോന്നുന്നു വീൽ ക്രാങ്ക് വെക്കുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും തുറന്ന് നമുക്ക് കിട്ടുമായിരിക്കും ഗൈസ്. അത് തന്നെ ആയിരിക്കും കളി. ഞാൻ എന്തായാലും നൈസായിട്ട് താഴോട്ട് പോയി. ഗൈസ് സ്പൈഡർ മാമി കുറച്ച് സീനാണ് ഗൈസ്. നമ്മളിപ്പോൾ അതിലെ കൂടെ നടക്കുന്നത്. നമുക്ക് എന്തായാലും നൈസായിട്ട് പോയാലോ? ഗൈസ് നൈസായിട്ട് പോവാം ഗൈസ്. ഞാൻ ഓടി ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ ഇപ്പോൾ വഴി ഫുള്ള് കംപ്ലീറ്റ് മറന്നിട്ടുണ്ട് ഗൈസ് ഫ്രണ്ട്സ്. അപ്പം ഇത് ഗൈസ് ഇതേത് വഴിയാണെന്ന് എനിക്കറിയത്തില്ല. ഗൈസ് ഇത് നമ്മൾ ആദ്യം വന്ന വഴി ഗൈസ്. ഇതിപ്പം പണി പാളിയല്ലോ ഫ്രണ്ട്സ്. അപ്പം ഞാനിപ്പോൾ ആദ്യം വന്ന വഴി തന്നെ വീണ്ടും വന്നു ഗൈസ്. ഇത് പണി പാളും എന്നാണ് ഗൈസ് തോന്നുന്നത്. ഗൈസ് സ്പൈഡർ മാമി ഇതുകൊണ്ട് വയ്ക്കുന്നു. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വഴി കാണുന്നില്ല. നമുക്ക് ആ വഴി കയറി പോകാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. ഇല്ല ഗൈസ്, നമ്മുടെ സ്പൈഡർ മാമി ഗൈസ് ഇച്ചിരി സീനാണ്. നമുക്ക് എന്തായാലും ഈ വഴി നൈസായിട്ട് ഇങ്ങോട്ട് പോവാം. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. ഇവിടെ ഒരു ചെറിയ വഴിയുണ്ടല്ലോ ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഇതെന്താണ് ഗൈസ് ഫ്രണ്ട്സ്? അപ്പം പിടിച്ച് ഗൈസ്. ഞാൻ പറഞ്ഞില്ല ഗൈസ്, എനിക്കിവിടെ വന്ന വഴി അറിയത്തില്ലെന്ന് ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ സ്പൈഡർ മാമി വീണ്ടും പിടിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പം ഇവിടുന്ന് ഇനിയും നമുക്ക് ചെയിൻ കട്ടറോ എല്ലാം കിട്ടുവാണെങ്കിൽ നമുക്കിനി നമ്മുടെ അണ്ടർഗ്രൗണ്ട് എസ്കേപ്പ് ചെയ്യാം ഗൈസ്. അതായിരിക്കും നല്ലത്. ഇനിയും എനിക്ക് നമ്മുടെ ഗ്രാനി വീണ്ടും ഇനിയും എങ്ങനെയാണെന്ന് അറിയത്തില്ല ഗൈസ്. അത് കുറച്ച് സമയം പിടിക്കുമെന്ന് തോന്നുന്നു ഗൈസ് ഫ്രണ്ട്സ്. അപ്പം നമുക്ക് എന്തായാലും ഗ്രാനിയുടെ ദിശ ഒന്നുകൂടെ നോക്കാം. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, കഴിഞ്ഞ വട്ടം ഞാനിങ്ങനെ ഇരുന്നിട്ട് എണീച്ച് വന്നപ്പോഴാണ് ഗൈസ് നമ്മുടെ ഗ്രാനി അങ്ങ് ഗ്ലിച്ചായി പോയത്. അപ്പോൾ ഈ വട്ടം നമുക്ക് അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതായത് നമ്മളങ്ങോട്ട് കിടന്നിട്ട് ഇങ്ങോട്ട് എണീച്ചപ്പോഴത്തേക്ക് നമ്മളെ ഗ്രാനി ഗ്ലിച്ചായി പോയി ഗൈസ്. അറിയാതെ എൻ്റെ കൈ തട്ടി ഞാൻ അത് പേടിച്ചിട്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഗ്രാനി ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഗ്രാനി ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. ഗ്രാനി വരാതെ പിന്നെ അവിടെ പോകാനാണ്. സൗണ്ട് കേട്ടാൽ ഗ്രാനി വരാതിരിക്കുമോ? നമുക്ക് എന്തായാലും ഒന്നുകൂടെ ഈ സാധനം ഡ്രോപ്പ് ചെയ്ത് നോക്കാം ഗൈസ്. ഗൈസ് ഞാനത് താഴെ ഇട്ടിട്ടുണ്ട്. ഇത്തവണ എന്തായാലും വരും ഗൈസ്. ഗ്രാനി എന്തായാലും വരും, ഉറപ്പാണ്. ഗൈസ് എനിക്ക് പോകണം ഗൈസ്. അപ്പം ഞാൻ ഇവിടെ എല്ലാം ചെക്ക് ചെയ്ത് നോക്കി, പക്ഷേ ഇവിടെ ഒന്നും ഒരു കിണ്ടിയില്ല. പിന്നെ ഗൈസ് നമ്മുടെ ഗ്രാനി വീണ്ടും ഗ്ലിച്ചായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, എനിക്ക് തോന്നുന്നതുണ്ടല്ലോ നമുക്ക് ഈ ഐറ്റംസൊക്കെ കൊണ്ട് നമ്മുടെ കാറിൻ്റെ അവിടെ കൊണ്ടിട്ടാലോ ഗൈസ്. അത് നല്ലൊരു ഐഡിയ ആയിരിക്കും എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. എവിടെ നമുക്കിപ്പോൾ കുറേ ഐറ്റംസ് കിട്ടിയില്ല ഗൈസ്. അതെല്ലാം നമുക്ക് കൊണ്ട് ഇവിടെ കൊണ്ടുവന്നിടാം ഗൈസ്. നമ്മുടെ എൻജിൻ പാർട്ട് ഇവിടെ കിടക്കുന്നുണ്ട്
അതുപോലെ തന്നെ നമുക്കിനി സ്പാർക്ക് പ്ലഗ് കിട്ടിയായിരുന്നു, കാർ ബാറ്ററി കിട്ടിയായിരുന്നു, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കിട്ടിയായിരുന്നു ഗൈസ്. അപ്പോൾ അതൊക്കെ എടുത്തോണ്ട് നമുക്ക് ഇവിടെ കൊണ്ടുവന്നിടാം ഫ്രണ്ട്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കാർ കീയും അതുപോലെ തന്നെ എന്തോ ഒരു പാഡ്ലോക്ക് കീയും അത് മതിയെന്ന് ആണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അതോ ഇനിയും താഴെ ചെല്ലുമ്പോൾ നമുക്ക് ചെയിൻ കട്ടർ കിട്ടുവാണെങ്കിൽ പിന്നെ നമുക്ക് അണ്ടർഗ്രൗണ്ട് എസ്കേപ്പ് ചെയ്യാം ഗൈസ്. ഏതാണെന്നൊന്നും പറയാനൊക്കത്തില്ല. ഞാൻ എന്തായാലും ഈ ഐറ്റംസൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടെ ഗൈസ്. അതെന്തായാലും നല്ലൊരു ആണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ സ്പൈഡർ മാമിൻ്റെ അടുത്തോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഐറ്റംസൊക്കെ ഞാൻ എടുത്ത് ഇവിടെ നമ്മുടെ ഒരു സ്പാർക്ക് പ്ലഗ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഗൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയും ഇതെടുത്ത് നമുക്ക് താഴെ കൊണ്ടിട്ടിട്ട് നേരെ നമ്മുടെ സ്പൈഡർ മാമിൻ്റെ അടുത്തോട്ട് പോകാം ഗൈസ്. അതായിരിക്കും നല്ലതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റംസും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്ര ഉള്ളെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കാർക്ക് കിട്ടിയെങ്കിൽ അത് തുറക്കാൻ പറ്റത്തുള്ളൂ. മിക്കവാറും ആ ഡിക്കിക്കകത്ത് എന്തെങ്കിലും കിട്ടുമോടാ. നമുക്ക് എന്തായാലും നൈസായിട്ട് അങ്ങ് പോയാലോ ഗൈസ്. എനിക്ക് സ്പൈഡർ മാമിൻ്റെ അടുത്തോട്ട് പോയെങ്കിൽ ബാക്കി കാര്യം സെറ്റ് ചെയ്യാനൊക്കെ തുറന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് ഇറങ്ങാം ഫ്രണ്ട്സ്. അപ്പം എനിക്കിപ്പോഴും വഴി ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് മിക്കവാറും പണി വീണ്ടും പാളാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നമുക്ക് എന്നാലും നൈസായിട്ട് അങ്ങ് ഇറങ്ങിയാലോ. നമ്മുടെ വീൽ ക്രാങ്ക് എന്ത് ഗൈസ്? വീൽ ക്രാങ്ക് ഞാൻ അടുത്ത് താരോട്ടിട്ടായിരുന്നു. അപ്പോൾ അത് വെക്കേണ്ട സ്ഥലം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അതെടുത്തോണ്ട് നൈസായിട്ട് അങ്ങ് പോവാം. പക്ഷെ അതിപ്പം ഏത് വഴിയാണ് പോകേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്നാലും ഒന്ന് റൗണ്ട് അടിച്ച് നോക്കാം ഗൈസ്. അങ്ങനെയെങ്കിൽ അവിടെ ചെന്ന് എത്തിയാലോ ഗൈസ്. അപ്പോൾ നമുക്ക് ഈ വഴി ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ സ്പൈഡർ മാമി ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നു. ഇല്ല ഗൈസ്, സ്പൈഡർ മാമി വന്നിട്ടില്ല ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് അങ്ങ് പോയാലോ ഗൈസ്. ഇത് പണി പാളെന്ന് തോന്നുന്നു, കാരണം നമ്മുടെ സ്പൈഡർ മാമി എവിടെ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഓൾറെഡി ഇപ്പുറത്തെ സൈഡ് ഫുള്ള് ചെക്ക് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഈ ഐറ്റം കൊണ്ട് വെക്കുകയും വേണം ഗൈസ്. ഇതെനിക്ക് തോന്നുന്നു ഇങ്ങോട്ടെങ്ങാണ്ട് പോകുമ്പോൾ അല്ലേ അല്ല, ഇവിടെ അല്ല, നമുക്ക് ഈ വഴി പോകുമ്പം ഇവിടെ ആണെന്നാണ് തോന്നുന്നത്. ഇവിടെ അല്ല പണി പാളും ഗൈസ്. ഇത് മിക്കവാറും നമ്മളെ വഴി ഫുള്ളും നമുക്ക് തെറ്റുവാണ് ഗൈസ്. ഇവിടെ അല്ലേ? അതേ ഗൈസ്, നമുക്ക് ഇവിടെ തന്നെയാണ് നമുക്ക് ഈ ഐറ്റം വെക്കേണ്ടത്. അപ്പോൾ ഗൈസ് എന്താണ് ഞാൻ അത് വെച്ച് തിരിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും ഓണായില്ലല്ലോ ഗൈസ്. അതെന്താന്ന് ഫ്രണ്ട്സ്? അപ്പം ഞാനത് വെച്ച് തിരിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്. ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ വെച്ച് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും അവിടെ ഓപ്പൺ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്നായിരുന്നു ഗൈസ്. പക്ഷെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. നൈസായിട്ട് ഈ വഴി പോയാലോ ഫ്രണ്ട്സ്. അപ്പം നമുക്ക് നൈസായിട്ട് ഈ വഴി പോകാമെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. സ്പൈഡർ മാമി ഇവിടെ ഉണ്ട്. പോയില്ല ഗൈസ്, നമുക്ക് നൈസായിട്ട് ഈ വഴി തന്നെ പോവാം. ഓ ഗൈസ്, ഇത് നമ്മുടെ മറ്റേ ലിഫ്റ്റ് അല്ലേ ഗൈസ്? ഇത് തുറക്ക്. ഇതൊന്നും തുറക്കാത്ത ഗൈസ്, ഈ പണ്ടാരം തുറക്കുന്നില്ല ഗൈസ്. ഗൈസ് തുറന്നിട്ടുണ്ട്, ഇനി ഇത് നിൽക്കണം. ഓ അല്ല, എനിക്കൊന്ന് ഇത് തന്നെ അടയ്ക്കണം. ഗൈസ് അത് അടച്ച് ഇനി നിൽക്കണം. ഓ മൈ ഗോഡ് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ നൈസായിട്ട് ഇനി മുകളിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇപ്പോഴാണ് ഗൈസ് നമുക്ക് മുകളിലൊരു നമ്പർ കണ്ടില്ലായിരുന്നു ഗൈസ്, 2 എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 ഗൈസ് തുറക്കേണ്ടത്. ഗൈസ് വിഞ്ച് ഹാൻഡിൽ കിട്ടി. ഓ ഗൈസ് വിഞ്ച് ഹാൻഡിൽ കിട്ടി. ഇത് നമുക്കറിയാവോ, നമ്മുടെ അതിൽ താഴെ ഒരു സ്ഥലമില്ല ഗൈസ്, നമ്മുടെ ഒരു കിണർ, അവിടെ കൊണ്ടുവച്ച് നമുക്ക് സെറ്റ് ചെയ്യേണ്ട സാധനമുണ്ട് ഗൈസ്. ഇത് അതെന്തായാലും പൊളിച്ചടാ ഫ്രണ്ട്സ്. അപ്പം ഇതിപ്പോൾ അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട് ഗൈസ് നമ്മുടെ വീഡിയോ. മിക്കവാറും സെക്കൻഡ് പാർട്ടായി ഇടേണ്ടി വരും ഗൈസ് ബാക്കി ഫ്രണ്ട്സ്. അപ്പം നമുക്ക് നൈസായിട്ട് അറിയാലോ. അതും ഇനി സ്പൈഡർ മാമി വരുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും കുറച്ച് സമയം ഇവിടെ ഇരുന്ന് നോക്കട്ടെ ഗൈസ്. റിസ്ക് എടുക്കണ്ടല്ലോ. നമ്മുടെ സ്പൈഡർ മാമി വരുമെന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ എനിക്ക് ചെറിയൊരു പേടി, കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സ്പൈഡർ മാമി വന്നാലോ. ഓ മൈ ഗോഡ് ഗൈസ്, കണ്ടു കഴിഞ്ഞാൽ കയറി വരും. ഇല്ല ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ സ്പൈഡർ മാമി പോത്തില്ലെന്നാണ് ഗൈസ് തോന്നുന്നത്. ഇത് പണി പാളാൻ ചാൻസ് ഉണ്ട് ഗൈസ്.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ സ്പൈഡർ മാമി ആ വഴി പോയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് ഈ വഴി പോവാം. ഓക്കെ, ഇത് മറ്റേ വഴിയല്ലേ? യെസ്, നമുക്ക് ഇവിടെയാണ് നമ്മുടെ അണ്ടർഗ്രൗണ്ട് എസ്കേപ്പ് വരുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ എനിക്ക് സ്ക്രൂ ഡ്രൈവർ വേണം ഗൈസ്, കാരണം സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ. ഓ ഗൈസ്, ഈ സ്പൈഡർ മാമി ഇച്ചിരി സീനാണ് ഗൈസ്, ഇച്ചിരി സീനാണ്. ഓ മൈ ഗോഡ് ഗൈസ്, അപ്പോൾ നമ്മുടെ സ്പൈഡർ മാമി ഇവിടുന്ന് പോയിട്ടില്ല ഫ്രണ്ട്സ്. അപ്പം ഞാനുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു പാർട്ട് ഇവിടെ ഞാൻ നിർത്താൻ പോകണം. ബാക്കി നമ്മുടെ സെക്കൻഡ് പാർട്ടി വരും ഗൈസ്. അപ്പോൾ ബൈ.